സ്വാഗതം. ദി ഡീപ് ഡൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദി പ്രെയർ സിംഫണി എന്നൊരു കഥയെക്കുറിച്ചാണ്. 3 ഭാഗങ്ങളുള്ള ഈ കഥയുടെ ചില പ്രധാന ഭാഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതെ, പ്രാർത്ഥന എന്ന ആശയത്തെ ഇത് സമീപിക്കുന്നത് ഒരു സംഗീതം പോലെയാണ്, ഒരു സിംഫണി പോലെ. അതെ, വളരെ രസകരമായ ഒരു അപ്രോച്ചാണിത്. അപ്പോൾ നമുക്ക് ഈ കഥയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം അല്ലേ? ഇതിലെന്താണ് പ്രധാനമായിട്ടും പറയുന്നത് എന്ന് നോക്കാം. കഥ തുടങ്ങുമ്പോൾ തന്നെ പാസ്റ്റർ ജോൺ അവിടുത്തെ ലാംസ്റ്റാൻഡ് പള്ളിയിലെ ഒരു പഴയ പിയാനോ ഉപയോഗിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തുടക്കമാണ്. പിയാനോയിൽ വെറുതെ കൈവച്ച് ശബ്ദമുണ്ടാക്കിയാൽ അത് എന്താ പറയാ, ഒച്ചപ്പാടാണ്, നോയ്സ്. ശരിയാണ്. പക്ഷെ അതൊരു ചിട്ടയോടെ സ്വരച്ചേർച്ചയോടെ വായിച്ചാൽ മനോഹരമായ സംഗീതം, ഹാർമണിയാകും. പ്രാർത്ഥനയും ഇതുപോലെ ആകാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ചിലപ്പോൾ വെറും ഒച്ചപ്പാട്, ചിലപ്പോൾ നല്ല സ്വരച്ചേർച്ചയുള്ള അനുഭവം. അതെ, പ്രാർത്ഥന ഒരു സിംഫണി പോലെയാണെന്ന ആ ആശയം, അതാണ് ശരിക്കും ഈ കഥയുടെ ഒരു നട്ടെല്ലെന്ന് പറയാം. ഈ സിംഫണി എന്ന വാക്ക് വെറുതെ ഉപയോഗിക്കുന്നതല്ല അല്ലേ? അതിനൊരു ദൈവശാസ്ത്രപരമായ ഒരു ബന്ധം കൂടിയുണ്ട്. തീർച്ചയായും. പാസ്റ്റർ ജോൺ അതെടുത്ത് പറയുന്നുണ്ട്. മത്തായി 18 യേശു പറയുന്ന ഒരു വാക്യം, നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ. അതെ, അവിടെ ഐക്യമത്യപ്പെടുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് സുംഫോണിയോ എന്നാണ്. അതിൽ നിന്നാണ് ഇംഗ്ലീഷിലെ സിംഫണി എന്ന വാക്ക് വരുന്നത്. അപ്പോൾ പ്രാർത്ഥനയിലെ യോജിപ്പ് അതൊരു സംഗീതത്തിലെ ചേർച്ച പോലെയാണെന്നാണ് സൂചന. കൊള്ളാം. ഒരു സിംഫണിക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ടല്ലോ. ഉണ്ട്. 3 പ്രധാന കാര്യങ്ങൾ. 1, ഒരു കണ്ടക്ടർ വേണം, നമ്മളെ നയിക്കാൻ. അതെ, അത് പരിശുദ്ധാത്മാവാണ്. 2, ഒരു സ്കോർ വേണം, ഒരു സംഗീത ലിതി. എന്ത് വായിക്കണം എന്നറിയാൻ. കൃത്യമായി, അത് ദൈവവചനമാണ്. 3, വായിക്കാൻ ആളുകൾ വേണം, സംഗീതജ്ഞർ. അത് നമ്മളാണ്. അതെ, നമ്മളാണ്. റോമർ 8:14 ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നു, ദൈവവചനം അടിസ്ഥാനം നൽകുന്നു, നമ്മൾ അതനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോഴാണ് അതൊരു സിംഫണി ആവുന്നത്. അതെ, അപ്പോഴാണ് ആ സ്വരച്ചേർച്ചയുണ്ടാകുന്നത്. അല്ലെങ്കിൽ അത് വെറും ശബ്ദകോലാഹലമായി പോകും. ശരി. അപ്പോൾ ഈ സിംഫണിയിലെ സംഗീതോപകരണങ്ങൾ എന്തൊക്കെയാണ്? ആദ്യ ഭാഗത്ത് ചിലതിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. സ്തുതി, സ്തോത്രം, ആരാധന. പ്രൈസ്, താങ്ക്സ് ഗിവിംഗ്, വർഷിപ്പ്. ഇവ തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം പറയുന്നുണ്ട്. സ്തുതി എന്ന് പറഞ്ഞാൽ ദൈവം ആരാണ് എന്നതിനെക്കുറിച്ചാണല്ലേ? അതെ, സങ്കീർത്തനം 48:1 വെച്ച് അദ്ദേഹം പറയുന്നു, ദൈവത്തിന്റെ സ്വഭാവം, അവിടുത്തെ ശക്തി, മഹത്വം, അതിനെയൊക്കെ ഓർത്ത് ബഹുമാനിക്കുന്നതാണ് സ്തുതി. ഓക്കെ. സ്തോത്രം കുറച്ചുകൂടി പേഴ്സണൽ ആണ്. ഫിലിപ്പിയർ 4:6 പറയുന്ന പോലെ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി പറയുക, നമ്മുടെ ജീവിതത്തിലെ ഇടപെടലുകൾക്ക്, അനുഗ്രഹങ്ങൾക്ക്. അതെ, വ്യക്തിപരമായ നന്ദി പ്രകാശനം. എന്നാൽ ആരാധന, വേർഷിപ്പ്, അത് കുറച്ചുകൂടി വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. ശരിയാണ്, അതൊരു മനോഭാവമാണ്, ഒരു ആറ്റിറ്റ്യൂഡ്. സങ്കീർത്തനം 5, യെശയ്യാവ് 6 വെച്ച് പാസ്റ്റർ പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധിയുടെയും വലിപ്പത്തിന്റെയും മുന്നിൽ നമ്മളെ തന്നെ താഴ്ത്തുന്ന ഒരവസ്ഥയാണത്. ശരീരം കൊണ്ടും ഹൃദയം കൊണ്ടുമുള്ള ഒരു സമർപ്പണം. അതെ, തിരുവെഴുത്തുകളിൽ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ കുമ്പിടുക, സാഷ്ടാംഗം പ്രണമിക്കുക എന്നൊക്കെ അർത്ഥം വരുന്നതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കഥയിൽ മിസസ് ഗ്രേസ് മുട്ടുകുത്തി അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടേണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഇതിനൊരു ഉദാഹരണമായി കാണിക്കുന്നുമുണ്ട്. അതെ, ആ ഒരു താഴ്മ, അതാണ് ആരാധനയുടെ കാതൽ. ഈ ഭാഗത്ത് തന്നെ കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ഡാനിയൽ, വിശ്വാസത്തിൽ സംശയങ്ങളൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ മറ്റുള്ളവരുടെ ആത്മാർത്ഥത അവനെ ആകർഷിക്കുന്നുണ്ട്. വിശ്വസ്തയായ ഒരാൾ. പിന്നെ മിസസ് ഗ്രേസ്, ആഴത്തിലുള്ള ഭക്തിയുള്ള ആരാധക. പിന്നെ ഏലിയാസ്, സംശയാലുവായ പത്രപ്രവർത്തകൻ. എല്ലാം നോട്ട്ബുക്കിൽ കുറിച്ചെടുക്കുന്ന ആൾ. ഡാനിയലിന്റെ ഒരു നിമിഷം ശ്രദ്ധേയമാണ്. മറ്റുള്ളവരുടെ പ്രാർത്ഥന കണ്ടിട്ട് അവൻ പതിയെ പറയുന്നു, കർത്താവേ, ഇവരെ പോലെ വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ. അവിടെ ഒരു തുടക്കമാണ്. അവന്റെ ഉള്ളിൽ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. പാസ്റ്റർ ജോൺ ഈ സിംഫണിയിൽ ഏതാണ്ട് 12ഓളം ഉപകരണങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ? അതെ, സ്തുതി, സ്തോത്രം, ആരാധന കൂടാതെ യാചന, മധ്യസ്ഥത, അപേക്ഷ, കൽപ്പന, അങ്ങനെ പോകുന്നു.
പ്രതിബദ്ധത, സമർപ്പണം, സ്ഥിരോത്സാഹം, അനുഗ്രഹം, തള്ളിപ്പറയൽ അല്ലെങ്കിൽ ശപിക്കൽ. ഓ, പലതലം. പല ഭാവങ്ങൾ. എഫെസ്യർ 6:18 ഉദ്ധരിച്ചുകൊണ്ട് പാസ്റ്റർ പറയുന്നു, എല്ലാ പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിപ്പിൻ എന്ന്. ഈ വൈവിധ്യം ആവശ്യമാണെന്നാണ് സൂചന. ഈ ഭാഗം അവസാനിക്കുന്നത് കുറച്ചു നാടകീയമായിട്ടാണ്. കൊടുങ്കാറ്റ് വരുന്നു, പള്ളിയിലെ ലൈറ്റ് പോകുന്നു. അതെ, പാസ്റ്റർ പറയുന്ന പോലെ പ്രാർത്ഥനയുടെ സിംഫണി പരീക്ഷിക്കപ്പെടാൻ പോകുന്നു എന്ന് തോന്നുന്നു. രണ്ടാം ഭാഗം തുടങ്ങുന്നത് ആ പരീക്ഷണത്തോടെയാണ്. കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, പട്ടണം ദുരിതത്തിൽ. ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണം തീരുന്നു. സഹായവുമായി വരുന്ന ട്രക്ക് വഴിയിൽ കുടുങ്ങുന്നു. അപ്പോഴാണ് ഏലിയാസിന്റെ സംശയം വീണ്ടും വരുന്നത്. പ്രാർത്ഥന കൊണ്ട് ഈ വെള്ളത്തിലൂടെ ട്രക്ക് ഓടിക്കാൻ പറ്റുമോ? ഒരു പ്രാക്ടിക്കൽ ചോദ്യം. പക്ഷെ റൂത്തിന്റെ മറുപടി, ചിലപ്പോൾ ട്രക്ക് ഓടിക്കാൻ പറ്റില്ലായിരിക്കാം, പക്ഷെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരു വഴി തുറക്കാൻ കഴിയും. അത് ശക്തമായൊരു മറുപടിയാണ്. വെറുതെ പറയുകയല്ല, അവൾ ഉദാഹരണങ്ങൾ നിരത്തുന്നുണ്ട്. ചെങ്കടൽ പിളർന്നത്, യോർദാൻ നദി നിന്നത്, പത്രോസ് വെള്ളത്തിൽ നടന്നത്. ഇതൊന്നും യാദൃച്ഛികമല്ല. മോശയുടെയും യോശുവയുടെയും പത്രോസിന്റെയും ഒക്കെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു എന്നവൾ പറയുന്നു. ആഹാ, അവിടെ ഏലിയാസ് ചമർന്നരാകുന്നത് കാണാം. പതിവ് പരിഹാസമില്ല, നോട്ട്ബുക്കിലൊന്നും കുറിക്കുന്നില്ല. അവനെ അത് ചിന്തിപ്പിച്ചു. ഈ സമയത്ത് മറ്റ് 2 ഉപകരണങ്ങൾ വരുന്നു: പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ്, സമർപ്പണം, ഡെഡിക്കേഷൻ. അതെ, റൂത്തും മിസസ് ഗ്രേസും അതിനെക്കുറിച്ച് പറയുന്നു. ഹന്ന പ്രവാചകിയുടെ ജീവിതം ഒരു സമർപ്പണമാണ്. വർഷങ്ങളോളം ദൈവാലയത്തില്. അതെ, അതുപോലെ ദാനിയേലിന്റെ തീരുമാനം, രാജാവിന്റെ ഭക്ഷണം കഴിക്കില്ലെന്നുള്ള ആ പ്രതിബദ്ധത. റോമർ 12:1, യോശുവ 24:15 ഉദ്ധരിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കുക, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കൂ. പാസ്റ്റർ ജോൺ പറയുന്നൊരു കാര്യമുണ്ട്. പ്രതിസന്ധി വരുമ്പോൾ നമ്മളെ താങ്ങി നിർത്തുന്നത് അതിനു മുമ്പേ നമ്മൾ എടുത്ത ഈ തീരുമാനങ്ങളാണ്. ശരിയാണ്. തുടർന്ന് പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നു. യാചന, പാസ്റ്റർ പട്ടണത്തിനു വേണ്ടി അപേക്ഷിക്കുന്നു. റൂത്ത് ആ ഡ്രൈവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു, അബ്രഹാം സോദോമിനു വേണ്ടി വാദിച്ചതുപോലെ. മിസിസ് ഗ്രേസ് അപേക്ഷ ഉപയോഗിക്കുന്നു. ക്യാമ്പിലെ അമ്മമാർക്കും കുട്ടികൾക്കും വേണ്ടി കരുണ യാചിക്കുന്നു. എബ്രായർ 4:16 പോലെ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ ചെല്ലുന്നു. എന്നാൽ ശരിക്കും ഞെട്ടിക്കുന്നത് ഡാനിയലാണ്. അതെ, അതുവരെ സംശയിച്ചു നിന്ന അവൻ യോശുവ സൂര്യനെ നിർത്തിയ സംഭവം ഓർത്ത് അവന്റെ ശബ്ദമിടറിയെങ്കിലും അവൻ കൽപ്പന എന്ന ഉപകരണം ഉപയോഗിക്കുന്നു. വെള്ളപ്പൊക്കമേ, യേശുവിന്റെ നാമത്തിൽ പിൻവാങ്ങുക. എന്തൊരു ധൈര്യം! അതിന്റെ ഫലം അവിശ്വസനീയം. മിനിറ്റുകൾക്കുള്ളിൽ വാതിലിൽ മുട്ട് ആ ഡെലിവറി ഡ്രൈവർ. അയാൾക്ക് അത്ഭുതം മാറുന്നില്ല. മണിക്കൂറുകളായി കുടുങ്ങിക്കിടന്നതാണ്. പെട്ടെന്ന് വെള്ളം വലിഞ്ഞു വരാൻ പറ്റി. ഇത് കണ്ടിട്ട് ഏലിയാസ് ഡാനിയലിനോട് ചോദിക്കുന്നുണ്ട്, ഇത് നീ ചെയ്തതാണോ എന്ന്. പാസ്റ്റർ ജോൺ ഡാനിയലിന്റെ തോളിൽ തട്ടി പറയുന്നു, നീ പ്രാർത്ഥനാ സിംഫണിയിലെ നിന്റെ ആദ്യത്തെ സ്വരം വായിച്ചിരിക്കുന്നു. അതൊരു വഴിത്തിരിവാണ് ഡാനിയലിനും ഒരുപക്ഷേ ഏലിയാസിനും. 3-ാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ കൊടുങ്കാറ്റ് പോയി, പക്ഷെ പ്രശ്നം തീർന്നില്ല. ആഹാ, ക്യാമ്പിൽ വീണ്ടും സാധനങ്ങൾ കുറയുന്നു. ഇത്തവണ വില്ലൻ പ്രകൃതിയല്ല, മനുഷ്യനാണ്. മേസൺ എന്ന ധനികൻ. അയാൾ സാധനങ്ങൾ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്, വില കൂട്ടി വിൽക്കാൻ വേണ്ടി. സദൃശവാക്യങ്ങൾ 28:20 ഓർമ്മിപ്പിക്കുന്നുണ്ട് ധനവാനാകാൻ ബന്ധപ്പെടുന്നതിലെ അപകടം. ഇവിടെയാണ് അടുത്ത ഉപകരണം വരുന്നത്: സ്ഥിരോത്സാഹം, പെർസിസ്റ്റൻസ്. അതെ, ലൂക്കോസ് 18 ആ വിധവയുടെ കഥ ഓർമ്മിപ്പിക്കുന്നു പാസ്റ്റർ. മുട്ടിക്കൊണ്ടേയിരിക്കുക. ലൂക്കോസ് 11:9 യാചിപ്പിൻ, അന്വേഷിപ്പിൻ, മുട്ടുവിൻ. അതുകൊണ്ട് അവർ തീരുമാനിക്കുന്നു, രാവും പകലും മാറി മാറി പ്രാർത്ഥിക്കുക, മേസന്റെ മനസ്സ് മാറുന്നതുവരെ. റൂത്ത്, മിസസ് ഗ്രേസ്, ഇപ്പോൾ ഡാനിയലും ചേരുന്നു. ഇത് കണ്ട് ഏലിയാസ് അത്ഭുതപ്പെടുന്നു. അപ്പോൾ മിസസ് ഗ്രേസ് പറയുന്നു, സ്വർഗം ഇതുവരെ ഉത്തരം തന്നില്ലെങ്കിൽ ഞങ്ങൾ ജീവിതം കൊണ്ട് കൂടുതൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കും. വാക്കുകൾ മാത്രമല്ല, പ്രവൃത്തിയും. അതെ. അടുത്തത് കുറച്ചുകൂടി സങ്കീർണമായ 2 ഉപകരണങ്ങളാണ്: അനുഗ്രഹം, പിന്നെ തള്ളിപ്പറയൽ അല്ലെങ്കിൽ ശപിക്കൽ. ഇത് കേൾക്കുമ്പോൾ അതെ, റോമർ 12:14 വെച്ച് നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. അതുകൊണ്ട് പാസ്റ്റർ പറയുന്നു, മേസനെ നേരിടും മുൻപ് അവനെ അനുഗ്രഹിക്കാൻ. വളരെ റാഡിക്കലായ ഒരു കാര്യമാണ്. അവരത് ചെയ്യുന്നു. മേസന് കൃപ കിട്ടാൻ, ഹൃദയം മയപ്പെടാൻ, കുടുംബത്തിന് സമാധാനമുണ്ടാകാൻ. സംഖ്യാപുസ്തകത്തിലെ അനുഗ്രഹ വചസ്സുകൾ പറയുന്നു, ശത്രുവിനെ അനുഗ്രഹിക്കുക. ഏലിയാസിനത് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
എന്നാൽ അതോടൊപ്പം തന്നെ തിന്മയെ തള്ളിപ്പറയേണ്ടി വരും എന്നും പാസ്റ്റർ പറയുന്നു. യേശു ഫലമില്ലാത്ത അത്തിമരത്തെ ശപിച്ചത് ഉദാഹരണമായി പറയുന്നുണ്ട്. എന്താണ് അതിന്റെ തത്വം? വ്യക്തിയെ, മേസനെ അനുഗ്രഹിക്കുക, പക്ഷെ അവനെ ബന്ധിച്ചിരിക്കുന്ന തിന്മയെ, അത്യാഗ്രഹം, സ്വാർത്ഥത, ഹൃദയകാഠിന്യം, അതിനെ തള്ളിപ്പറയുക, ശപിക്കുക. മനുഷ്യനെ അനുഗ്രഹിക്കുക, ചങ്ങലകളെ ശപിക്കുക. അവർ പ്രാർത്ഥിക്കുന്നു, ഈ സ്റ്റോർ ഹൗസ് പൂട്ടുന്ന അത്യാഗ്രഹത്തിന്റെ ആത്മാവിനെ ഞങ്ങൾ ബന്ധിക്കുന്നു. വിശക്കുന്നവർക്ക് ആഹാരം തടയുന്ന സ്വാർത്ഥതയെ തള്ളിപ്പറയുന്നു. ഈ കാഠിന്യത്തിൽ നിന്ന് ഒരു ഫലവും ഉണ്ടാകാതിരിക്കട്ടെ, അത് വാടിപ്പോകട്ടെ. ശക്തമായ വാക്കുകൾ. ആ പ്രാർത്ഥനയ്ക്കൊരു ഭാരമുണ്ടായിരുന്നു എന്ന് കഥയിൽ പറയുന്നുണ്ട്. അടഞ്ഞ വാതിലിൽ ചുറ്റിക കൊണ്ടടിക്കുന്ന പോലെ. 3-ാം ദിവസം രാവിലെ മേസൻ വരുന്നു, ഒരു ട്രക്ക് നിറയെ സാധനങ്ങളുമായി. എന്താണ് സംഭവിച്ചത്? അയാൾ പറയുന്നു, 2 രാത്രിയായി ഉറങ്ങിയിട്ടില്ല. പട്ടണത്തിന്റെ കാര്യം മനസ്സിനെ അലട്ടുന്നു. ആരോ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ തോന്നി. എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതാ, എടുത്തോളൂ. അവിശ്വസനീയം. പാസ്റ്റർ ജോൺ അവനെ ശകാരിക്കുന്നില്ല, വീണ്ടും അനുഗ്രഹിക്കുന്നു. യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ, സമാധാനം നൽകട്ടെ. പിന്നീട് ഡാനിയൽ ചോദിക്കുന്നുണ്ട്, അനുഗ്രഹവും ശാപവും ഒരുമിച്ചാണോ പ്രവർത്തിച്ചത് എന്ന്. അതെ. അപ്പോ പാസ്റ്റർ പറയുന്ന മറുപടി പ്രധാനമാണ്. ചിലപ്പോൾ ദൈവഹിതത്തെ തടയുന്നതിനെ നീക്കം ചെയ്യേണ്ടി വരും. മനുഷ്യനെ അനുഗ്രഹിക്കുക, അവനെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകളെ ശപിക്കുക. അതാണ് ദൈവത്തിന്റെ പ്രാർത്ഥനാ സിംഫണിയുടെ സ്വരച്ചേർച്ച. വളരെ പ്രധാനപ്പെട്ട ഒരു വേർതിരിവാണത്. വ്യക്തിയോടുള്ള സ്നേഹവും തിന്മയോടുള്ള എതിർപ്പും. ഈ സംഭവം ഏലിയാസിനെ ശരിക്കും ചിന്തിപ്പിക്കുന്നു. അവന്റെ നോട്ട്ബുക്കിൽ അവൻ കുറിക്കുന്നു, അവർ പ്രാർത്ഥിച്ചു, സ്റ്റോർ ഹൗസ് തുറന്നു. സിമ്പിൾ, പക്ഷെ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. കഥയുടെ അവസാനം നോക്കുമ്പോൾ ഓരോ കഥാപാത്രത്തിനും മാറ്റം വന്നിട്ടുണ്ട്. ഡാനിയൽ സംശയാലുവിൽ നിന്ന് പ്രാർത്ഥനയുടെ സിംഫണിയിൽ പങ്കുചേരാൻ ധൈര്യമുള്ള ഒരാളായി മാറുന്നു. റൂത്ത് താൻ പ്രോത്സാഹിപ്പിച്ച ഡാനിയലിന്റെ വളർച്ചയിൽ സന്തോഷിക്കുന്നു. മിസസ് ഗ്രേസ് തന്റെ സ്ഥിരോത്സാഹ പ്രാർത്ഥനയിൽ കൂടുതൽ ഉറപ്പു നേടുന്നു. ഏലിയാസ് അവന്റെ റിപ്പോർട്ടിന്റെ തലക്കെട്ട് തന്നെ ഒരു സിംഫണി വായിച്ച പട്ടണമെന്നാണ്. അതിലവൻ സമ്മതിക്കുന്നുണ്ട്, ചിലപ്പോൾ കാര്യങ്ങൾ യാദൃച്ഛികതയ്ക്കപ്പുറം പോകുന്നതെന്ന്. അതൊരു വലിയ അംഗീകാരമാണ്. മേസന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു മാറ്റത്തിന്റെ വിത്ത് വീണിരിക്കുന്നു. ആ സ്വാർത്ഥതയുടെ കോട്ടയിൽ ഒരു വിള്ളൽ. പാസ്റ്റർ ജോണിന്റെ അവസാന വാക്കുകൾ ഈ കഥയുടെ കാതൽ ഒന്നുകൂടി പറയുന്നുണ്ട്, അല്ലേ? അതെ. യഥാർത്ഥ അത്ഭുതം കൊടുങ്കാറ്റ് മാറിയതോ ഭക്ഷണം വന്നതോ അല്ല, മറിച്ച് ആ കണ്ടക്ടറുടെ കീഴിൽ വ്യത്യസ്തരായ മനുഷ്യർ ഒരുമിച്ച് വായിക്കാൻ പഠിച്ചതാണ്. ആ സിംഫണി പിറന്നതാണ് യഥാർത്ഥ വിജയം. കൃത്യമായി. അപ്പോ ഈ കഥയിലൂടെ നമ്മൾ കടന്നുപോയപ്പോ ഒരു കാര്യം വ്യക്തമാണ്. പ്രാർത്ഥന എന്നത് ഒരൊറ്റ രീതിയിലുള്ള കാര്യമല്ല. ശരിയാണ്. അതൊരു സിംഫണി പോലെയാണ്. പല ഉപകരണങ്ങൾ, പല ഭാവങ്ങൾ, സ്തുതി, സ്തോത്രം, യാചന, കൽപ്പന, അനുഗ്രഹം, തള്ളിപ്പറയൽ. ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്, സമയമുണ്ട്. ഇതിന് നല്ലൊരു നടത്തിപ്പുകാരൻ വേണം, പരിശുദ്ധാത്മാവ്. ഒരു അടിസ്ഥാനം വേണം, ദൈവവചനം. പിന്നെ നമ്മള് സംഗീതജ്ഞർ അതിൽ പങ്കുചേരണം. അതെ. വെറും ശബ്ദകോലാഹലത്തിൽ നിന്ന് പ്രതിസന്ധികളിലൂടെ കടന്ന് ഒരു സ്വരച്ചേർച്ചയിലേക്ക് എത്തുന്നൊരു യാത്രയാണിത്. ഈ കഥയിലെ പ്രാർത്ഥനയുടെ ഇത്രയും വ്യത്യസ്ത മുഖങ്ങൾ കണ്ടപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ഈ സംഗീതോപകരണങ്ങളിൽ ഏതാണ് ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. ചിലപ്പോൾ നമുക്കാവശ്യം ശാന്തമായ ആരാധനയായിരിക്കാം, ദൈവസാന്നിധ്യത്തിൽ വെറുതെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ നേരിടാൻ ധൈര്യത്തോടെയുള്ള ഒരു കൽപ്പനയോ ഒരു പ്രഖ്യാപനമോ ആകാം ആവശ്യം. അതുമല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയോ ഒരു കാര്യത്തിനു വേണ്ടിയോ ഉള്ള സ്ഥിരോത്സാഹത്തോടെയുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാകാം, ഹന്നയെ പോലെ, റൂത്തിനെ പോലെ. ചിലപ്പോൾ ഒരാളെ അനുഗ്രഹിക്കാനാവാം വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു തിന്മയുടെ ശക്തിയെ തള്ളിപ്പറയാനാവാം. ഏത് ഉപകരണം വായിക്കാനാണ്, ഏത് സ്വരം ഈ സിംഫണിയിൽ ചേർക്കാനാണ് നിങ്ങളിപ്പോൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്? അതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ വിഷയത്തിലുള്ള വളരെ വിശദമായ ഈ സംഭാഷണത്തിൽ ഞങ്ങളോടൊപ്പമായിരുന്നതിന് എല്ലാവർക്കും നന്ദി. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു.